മാധ്യമങ്ങൾ, വാർത്താ മാധ്യമം, ദേശാഭിമാനി പോലും BJPയോട് നീതി ചെയ്യുന്നുണ്ട്. മനോരമ നീതി ചെയ്യുന്നുണ്ട്, മാതൃഭൂമി നീതി ചെയ്യുന്നുണ്ട്. പക്ഷെ വേറൊരു പത്രമുണ്ട്, ക്രിസ്ത്യാനിയുടെ പത്രമാണെന്ന് അവർ പറയുന്നത്. യാതൊരു വിവരമില്ലാത്ത ഏതോ ഒരു മരമണ്ടനാണ് ദീപിയെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ദീപിയെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാത്ത എന്താന്ന് ചോദിച്ചാൽ, അതിവില്ലാത്ത സാധനം ബോയ്ക്കോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ ആ പത്രം എടുത്തപ്പോ ഞാനിങ്ങനെ ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിൽ വന്നു. ക്രൈസ്തവരെ RSSന്റെ ആസൂത്രണ ക്രൈസ്തവർക്കെതിരെ ഏതാണ് ആ ദീപിക? നിനക്ക് ഇതിന്റെ തന്തയാണ്. എനിക്ക് മനസ്സിലായില്ല. എന്ത് വൃത്തികളാണ് നീ പറയുന്നത്? RSSന്റെ ആസൂത്രണ നീക്കം ക്രൈസ്തവർക്കെതിരെ. RSSകാർക്ക് വേറെ പണിയില്ലല്ലോ, കൃത്യമായി നോക്കി നടക്കില്ല. ഇതൊക്കെ മറുപടി എന്താ പറയുന്നത്? ഈ അച്ഛനെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എന്റെ അഭിപ്രായം. തലയേറെ വൃത്തികൾ എഴുതുമ്പോ ഒരു പത്രത്തിനെതിരെ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക. ഞാൻ ദേശാഭിമാനി ഇങ്ങനെ വൃത്തികൾ എഴുതുന്നില്ലല്ലോ, മാതൃഭൂമിയോ മനോരമ എഴുതുന്നുണ്ടോ? അവരൊന്നും ചെയ്യാത്ത കർമ്മമായിട്ട് ദീപി ഇറങ്ങി തിരിച്ചിരിക്കുക. അടുത്തത് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ വീണ്ടും ആക്രമണം. വേറെ തേങ്ങാക്കൊല, മനസ്സിലായില്ല, വീണ്ടും ആക്രമണം. എല്ലാം ഒരു പത്രത്തിലെ വാർത്തയാണ്. അടുത്തത് വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് സമുദായിക സ്പർദ്ധ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു BJP. ആരാ? നമ്മുടെ പന്നിത്തല, രമേശ് പന്നിത്തല. ഒന്നാലോചിച്ച്, ഇതൊക്കെ മര്യാദയാണോ? വേറെ എന്നാൽ മറുപടി കൊടുക്കണ്ടേ? RSSനോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ട ദീപി ഇതൊക്കെ എഴുതി വെക്കാൻ. ഇവിടെ ഇത് പുറത്തെ മാത്രമേ ഞാൻ പറഞ്ഞത്, അകത്തും ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. ഈ പത്രം എന്തൊരു വൃത്തികെട്ട പത്രമാണ്. അവിടെ കന്യാസ്ത്രീയുടെ പഴക്കാരി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാണ് കന്യാസ്ത്രീകളെ ആക്രമിച്ചപ്പോ ആരാക്രമിച്ചത്? BJPയാണോ കന്യാസ്ത്രീ ആക്രമിച്ചത്? ആ കന്യാസ്ത്രീ തന്നെ സത്യസന്ധമായി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ ആരാണ് കന്യാസ്ത്രീകളെ കേരളത്തിൽ തിരിച്ചെത്തിച്ചത്? BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആ കന്യാസ്ത്രീകളെ സന്തോഷമായി കേരളത്തിൽ എത്തിച്ചത്. അവർ സന്തോഷത്തോടുകൂടി നന്ദി പറയുക മാത്രമല്ല, പരസ്യമായി BJP നേതൃത്വത്തോട് നന്ദി പറഞ്ഞവർ. ഞങ്ങളെ രക്ഷിക്ക് ഇവിടെ കൊണ്ടുവന്ന് നന്ദി. BJPയുടെ പ്രവർത്തനമല്ല ആക്രമണം. ഹിന്ദു എന്ത് ചെയ്താലും അത് മുഴുവൻ BJP ആണെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കുന്നത്? ക്രിസ്ത്യാനി എന്ത് ചെയ്താലും PCO എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുമോ? ഞാൻ ചോദിക്കും, ഞാൻ പിന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? അവിടെ ക്രിസ്ത്യാനിയെ അങ്ങ് പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് കളയാമെന്ന് ഒരു ദീപികൻ ചിന്തിക്കേണ്ട. ആ ദീപികനെ കണ്ണൂരുകാരനായ വിവരംകെട്ട അച്ഛൻ അങ്ങനെ തീരുമാനിച്ചാൽ ക്രിസ്ത്യാനിയെ കിട്ടുകയില്ല എന്ന് ഒന്നാമത് റോമൻ കത്തോലിക്കനായ PC ജോർജാണ് പറയുന്നതെന്ന് അച്ഛൻ ഓർത്ത് അച്ഛന് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യും. ഇവിടെ ആരെങ്കിലും കൊള്ളത്? ആ കന്യാസ്ത്രീ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും ന്യൂനപക്ഷം എന്ന നിലയിൽ വേദനിക്കുന്ന സമൂഹത്തോട് നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന BJPയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നല്ലവരായി നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാൻ.